ഡൽഹി ക്യാപിറ്റൽസ്, നിങ്ങൾ എന്താണ് കരുതിയത്? നിങ്ങൾ അടിച്ചിട്ട് പോയാൽ എല്ലാം സേഫാണെന്നോ? ഇത് റിക്കി പോണ്ടിങ്ങിൻ്റെ ഗ്യാങ്ങാണ്, പുതിയ പഞ്ചാബാണ്. അവർ തേടി വന്നടിക്കും. തോൽക്കാൻ മനസ്സില്ലാത്തൊരു പറ്റം യുവാക്കളെ ചുവപ്പൻ കുപ്പായമിട്ടവിടെ അണിയിച്ചു നിർത്തിയിട്ടുണ്ട്. അവരുടെ ആ മെൻറ്റാലിറ്റി ക്രിക്കറ്റ് ലോകത്തിന് ഒരിക്കൽ കൂടി ബോധ്യമായ ദിവസമായിരുന്നു ഇന്നലെ. 2026 ഏപ്രിൽ 25 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം യുദ്ധകളമായ ദിവസം. ബോർഡിൽ 264 റൺസ് തെളിഞ്ഞിട്ടും ആരും ഡൽഹിക്ക് ഈസി വാക്ക് ഓവർ കൊടുത്തിരുന്നില്ല. കാരണം മറുവശത്തുള്ളത് പഞ്ചാബാണ്. പോണ്ടിങ് ശ്രേയസ് അയ്യർ യുഗം സെറ്റ് ചെയ്തു വെച്ച സ്കെയിൽ അത്രയുമുണ്ട്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ കേട്ടതൊക്കെയും ഒരാളുടെ പേര് മാത്രം, കണ്ണൂർ ലോകേഷ് രാഹുൽ എന്ന KL രാഹുൽ. അയാൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ റോള് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷേ പല കാരണങ്ങളാൽ അയാൾ കുട്ടി ക്രിക്കറ്റിനെ വേണ്ടാത്തവനാണ്. സോർത്തൻ, ഔട്ട്ഡേറ്റഡ്, പ്രതിഭയോട് നീതി പുലർത്താത്തവൻ എന്നിങ്ങനെ പല പേരുകൾ അയാൾക്ക് ചാർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് തൻ്റെ ടാലൻ്റ് എന്നും എന്തൊക്കെയാണ് തൻ്റെ ഷോട്ട് കളക്ഷനിലുള്ളതെന്നും അയാൾ ഇന്നലെ തെളിയിച്ചു. നേരിട്ടത് 67 പന്തുകൾ. അതിൽ അദ്ദേഹം പടുത്തുയർത്തിയത് ഒരു ഹിമാലയം തന്നെയായിരുന്നു. 152 റൺസ് എന്ന IPLലെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വലിയ കൊടുമുടി. 16 ഫോറുകളും 9 കൂറ്റൻ സിക്സറുകളും അതിന് അകമ്പടിയായി. ആ ഷോട്ടുകൾ നോക്കൂ, കൈക്കരുത്ത് മാത്രമല്ലത്, അതിലൊരു കവിത കൂടിയുണ്ട്. വിമർശനങ്ങളുടെ കല്ലെറിഞ്ഞവർക്ക് മുന്നിൽ വിക്കറ്റ് കാത്തുകൊണ്ടൊടുവിൽ രാഹുൽ സംഹാര രൂപം പ്രാപിച്ച ദിവസം, അയാളുടേത് മാത്രമെന്ന് കരുതിയ ഒരു ദിവസം. 47 പന്തിൽ സെഞ്ചുറി, പിന്നെ ഒരു സ്റ്റൈലൻ സെലിബ്രേഷനും. രാഹുൽ തൻ്റെ താളം കണ്ടെത്തിയാൽ പിന്നെ ഗ്രൗണ്ടിൻ്റെ ഒരു കോണും സുരക്ഷിതമല്ല. ആ ക്ലാസിക് കവർ ഡ്രൈവുകൾ, ഫ്ലിക്കുകളെല്ലാം പാറി നടക്കും. സെഞ്ചുറിക്ക് ശേഷം രാഹുൽ ബീസ്റ്റ് മോഡിലേക്ക് മാറി. തൻ്റെ സിഗ്നേച്ചർ ഫ്ലിക്ക് ഷോട്ടുകൾ വെടിയുണ്ടകളെപ്പോലെ ചീറിപ്പറന്നു. നിതീഷ് റാണ ഒരറ്റത്ത് അയാൾക്കൊത്ത കൂട്ടാളിയായിരുന്നു. സിക്സറുകളേക്കാൾ ബൗണ്ടറിയിലൂടെയാണ് റാണ റൺസ് കണ്ടെത്താൻ ശ്രമിച്ചത്. ഇരുവരും ചേർന്ന് ഉയർത്തിയ 220 റൺസിൻ്റെ പാർട്ണർഷിപ്പ് IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ണർഷിപ്പാണ്. പക്ഷേ അന്നേരം പഞ്ചാബ് ക്യാമ്പിൽ ശ്മശാന മൂകതയായിരുന്നു. അർഷദീപ് സിംഗും ബാർലറ്റും കൺസീഡ് ചെയ്ത റൺസുകൾ കണ്ട് ഡഗ്ഔട്ടിലിരുന്ന റിക്കി പോണ്ടിങ് പോലും അമ്പരന്ന് പോയി. തൻ്റെ പ്രീമിയം പേസർമാരെല്ലാം തല്ലുവാങ്ങുമ്പോൾ ക്യാപ്റ്റൻ ശ്രേയസും നിരായുധൻ തന്നെയായിരുന്നു. മോശം ബോളിംഗ്, അതിലും ദയനീയമായ ഫീൽഡിങ്ങും. ശശാങ്ക് സിംഗ് രാഹുലിന് നൽകിയ ലൈഫിൽ പഞ്ചാബ് എല്ലാം തീർന്നെന്നാണ് കരുതിയത്. 265 റൺസ് വിജയലക്ഷ്യം, ഒരു കാലത്ത് T20യിൽ സങ്കല്പിക്കാൻ പോലുമാകാത്ത സ്കോർ. പക്ഷേ പഞ്ചാബിൻ്റെ പ്ലാനുകൾ കൃത്യമായിരുന്നു. പ്രഭ് സിമ്രാൻ സിംഗും പ്രിയാൻ ഷാരയും ക്ലിയർ ബ്ലൂ പ്രിൻറ്റുമായാണ് ക്രീസിലേക്ക് വന്നത്. ഒരു അടിത്തറ കൊടുത്താൽ പിന്നെ തീർക്കാൻ ബാക്കിയുള്ളവർ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. കളി തുടങ്ങി, അടിയും തുടങ്ങി. ഡൽഹിയുടെ അടി കണ്ടു നിന്ന ഫ്രസ്ട്രേഷനെല്ലാം പഞ്ചാബ് തീർത്തു തുടങ്ങി. ആദ്യ ഓവറിൽ ആക്കിബിന് കിട്ടിയത് 14, രണ്ടാം ഓവറിൽ മുകേഷ് കുമാറിന് 21, മൂന്നാം ഓവറിൽ സ്പിൻ പരീക്ഷിക്കാമെന്ന് കരുതിയ ക്യാപ്റ്റൻ അക്സർ പട്ടേലിന് 20, നാലാം ഓവർ വീണ്ടും എറിയാനെത്തിയ ആക്കിബിന് ഇക്കുറി കിട്ടിയത് 27 റൺസ്. പിന്നീട് ആക്കിബ് മത്സരത്തിൽ പന്തെടുത്തിട്ടേയില്ല. അഞ്ചാം ഓവർ എറിഞ്ഞ നടരാജനാണ് ഭേദപ്പെട്ട് നിന്നത്. പിറന്നത് 9 റൺസ് മാത്രം. പക്ഷേ ആറാം ഓവർ എറിയാനെത്തിയ മുകേഷിൻ്റെ 6 പന്തിനെയും പ്രഭ് സിമ്രാൻ ബൗണ്ടറിയിലേക്ക് ഓടിച്ചു വിട്ടു. പിറന്നത് 24 റൺസ്. അങ്ങനെ ആകെ മൊത്തം പവർ പ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ 116-0. വരാനിരിക്കുന്ന ദുരന്തം അക്സർ പട്ടേലിൻ്റെ കണ്ണുകളിൽ നിന്നും വായിക്കാമായിരുന്നു. പോണ്ടിങ് പ്ലാനുകൾ ശരിയാകുമെന്ന കോൺഫിഡൻസിൽ ഡഗ്ഔട്ടിലിരുന്നു. പക്ഷേ പിന്നീടങ്ങോട്ട് മത്സരത്തിലേക്ക് ഡൽഹി തിരിച്ചു വന്നു തുടങ്ങി. പ്രിയാൻ ഷാരയെ അക്സറും പ്രഭ് സിമ്രാനെയും കൂപ്പർ കൊണോലിയെയും കുൽദീപും അടക്കി. സ്പിന്നർമാർ ഡൽഹിക്കായി കളി പിടിക്കുന്നുവോ എന്ന് തോന്നിയ നേരം കളി മുറുകുന്നു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രീസിലേക്ക്. മത്സരത്തിൻ്റെ ക്രൂഷ്യൽ മൊമെൻറ്റ്. ഡൽഹിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വിക്കറ്റാണ് ശ്രേയസിൻ്റേത്. എന്നാൽ കാര്യമായ കുലുക്കമില്ലാതെ നേഹൽ വധേരിയെയും കൂട്ടുപിടിച്ച് ശ്രേയസ് ഇന്നിങ്സിനെ മുന്നോട്ട് നടത്തി. പക്ഷേ അതിനിടയിലാണ് 15-ാം ഓവറിൽ വിപ്രജ് നിഗമിൻ്റെ പന്തിൽ നേഹൽ വധേരയെ കരുൺ നായർ പിടികൂടുന്നത്. പഞ്ചാബിന് ജയം 64 റൺസ് ഇനിയും അകലെയാണ്. പക്ഷേ അവിടെ വെച്ചാണ് വിധിയുടെ ക്രൂരത നാം കണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായി വന്ന കരുൺ നായർ 2 തവണ ശ്രേയസിനെ കൈവിട്ടു. രണ്ടും പിടിച്ചെടുക്കാവുന്ന ഈസി ക്യാച്ചുകൾ. അതുപോലൊരു അവസരം ചേസിങ്ങിനിടെ കിട്ടിയ ശ്രേയസ് പിന്നെ വെറുതെ ഇരിക്കുമോ? ബാക്കി പണി കൂടി അങ്ങ് ഈസിയായി തീർത്തു. ഒടുവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ IPLലെ റെക്കോർഡ് ചേസ് കുറിക്കുമ്പോൾ ഒരു ഓവറും ഒരു പന്തും പിന്നെയും ബാക്കിയായിരുന്നു. ഡൽഹി ബോളർമാർ ഒരു പ്ലാനുമില്ലാതെ വാരി വലിച്ചെറിയുകയായിരുന്നു. കൂടെ ഷോകും ഫീൽഡിങ്ങും ചേർന്നപ്പോൾ അവരുടെ പതനം പൂർത്തിയായി. പഞ്ചാബ് ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റിയിലും ഓറയിലുമാണ് ഈ സീസണിൽ ഉടനീളം കളിക്കുന്നത്. 11 പേരിലും ഡഗ്ഔട്ടിലും ഡ്രസ്സിംഗ് റൂമിലുമെല്ലാം ആ ഊർജ്ജം കാണാം. പോയ സീസണിൽ കൈവിട്ട കിരീടം എങ്ങനെയും നേടിയെടുക്കാമെന്നൊരു വാശി അവരിൽ കാണാം. ആ മെൻറ്റാലിറ്റിയിൽ എന്തും സംഭവിച്ചേക്കാം.